ഹായ് എവരി വൺ, എല്ലാവർക്കും വേണ്ട നമസ്കാരം. വീണ്ടും നിങ്ങളുടെ മുന്നിൽ ഗാനമായിട്ട് നിൽക്കുവാൻ തക്കണം ദൈവത്തിൻ്റെ വെച്ചൽമ സഹായിച്ചോർത്ത് ആദ്യമായിട്ട് ദൈവത്തിന് നന്ദി പറയുന്നു. ഈ ആഴ്ച സെക്കൻഡ് വീഡിയോയിലേക്ക് പോകാം. ഞാനിന്ന് ഒരു 11 മണി ഒരു കാര്യമൊക്കെ ചില കാര്യങ്ങൾ ചിന്തിക്കുകയായിരുന്നു. ഞാൻ ഈ ചാനൽ തുടങ്ങി കഴിഞ്ഞപ്പോൾ നമ്മെ അറിയാതെ ജനം നമ്മളെ സേവിക്കുമെന്ന് പറയുന്നത് അത്ര കറക്റ്റായ കാര്യമാണ്. ഞാൻ ഈ ചാനൽ തുടങ്ങി എനിക്ക് ആരെയും ഒരു ഹെൽപ്പില്ല, ഞാൻ തന്നെ ഉള്ളൂ. ഒരു നല്ല വാക്ക് പോലും ഇന്ന് വരെ ആരും പറഞ്ഞിട്ടുമില്ല, ആരെ നല്ല വാക്ക് പ്രതീക്ഷിക്കുന്നുമില്ല. അങ്ങനെ ഞാൻ ഈ ചാനൽ തുടങ്ങി. യൂട്യൂബ് എന്ന് പറയുമ്പോൾ അവരെല്ലാം ഇംഗ്ലീഷുകാരാണ്. അവരെല്ലാ ചൊവ്വാഴ്ചയും എനിക്ക് എൻ്റെ ചാനലിൻ്റെ ഇമ്പ്രൂവ്മെൻറ്റ് അവരെന്നെ അറിയിക്കും. സൂസനുള്ള യുവർ വീക്കിലി റീക്യാപ്പ് സ്റ്റഡി ചെക്ക് യുവർ അനലൈസ് ഔട്ട് ഇവരിങ്ങനെ പറയും. ഇങ്ങനെ ഓരോ ഇമ്പ്രൂവ്മെൻറ്റുകൾ തന്നെ ആയിരിക്കും. ഞാൻ കുറേ ഇങ്ങനെ നോക്കിയപ്പോൾ ഞാൻ കണ്ട എൻ്റെ മൂവി ആഡ് അല്ലെങ്കിൽ എൻ്റെ ഫേവറേറ്റ് വീഡിയോസ് സോങ്സ് ചിലതൊന്നും കാണുന്നില്ല. ലൈക്ക്ഡ് വീഡിയോസിലും പിന്നെ അതുപോലെയൊക്കെ നമ്മൾ എങ്ങനെ യൂട്യൂബിലൊക്കെ ഇത് സെർച്ച് ചെയ്താലും ഇത് കിട്ടത്തില്ല. അപ്പോൾ ഈ കഴിഞ്ഞ ക്രിസ്മസ് ആയപ്പോൾ എന്തോടത്ത് ഈ ഇംഗ്ലീഷുകാർ യൂട്യൂബ് എനിക്കിതെല്ലാം കൂടി ഇവർ എന്തോടത്ത് ഇതെല്ലാം കൂടെ ഹൈഡ് ചെയ്ത് വെച്ചു. എൻ്റെ ഫേവറേറ്റ് വീഡിയോസ് എല്ലാം ഇവർ ഹൈഡ് ചെയ്ത് വെച്ചിട്ട് അതെല്ലാം കൂടെ എനിക്ക് ഈ കഴിഞ്ഞ ക്രിസ്മസിന് കുറേയേറെ എനിക്ക് ഇട്ട് തന്നു. അതുപോലെ തന്നെ ഇംഗ്ലീഷുകാരി ആൻ മരിയ ഫെർണാണ്ടസ് എന്ന് പറഞ്ഞ ഒരു ഇംഗ്ലീഷുകാരിയുടെ പാട്ട്, അവരുടെ പുതിയ ക്രിസ്മസ് സോങ്സും കുറേ വീഡിയോസ് എല്ലാം എനിക്ക് ഇട്ട് തന്നു. അപ്പം ഞാൻ ഓർത്ത് എൻ്റേത് അവർക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എൻ്റെ പാട്ടിൻ്റെ അടിയിൽ അവരുടെ പേരും വെച്ച് യൂട്യൂബിൽ അറിയാമല്ലോ, ഫ്രണ്ട് ഓഫീസിൽ വന്ന് കിടക്കുമല്ലേ. അത് ഞാൻ പറയുന്നത്. അപ്പോൾ ഇംഗ്ലീഷുകാർ അവരെന്ന് എൻ്റെ യൂട്യൂബ് അവർ ചെക്ക് ചെയ്യുന്ന അവരെ 2-3 ഫോട്ടോസൊക്കെ ഇങ്ങനെ എല്ലാ മാസത്തിലും ഒരിക്കൽ അവർ ചാനൽ അനലൈസ് ചെയ്തിട്ട് ഇങ്ങനെ കാണും. അപ്പം ഞാൻ കഴിഞ്ഞ ദിവസം നോക്കി 2-3 പേരുടെ ഫോട്ടോ. അപ്പോൾ അതാരും എനിക്ക് പിന്നെ ഞാൻ മനസ്സിലാക്കിയത് ഇത് യൂട്യൂബുകാർ അവർ ഇംഗ്ലീഷുകാരാണ്. നമുക്ക് അവരുമായിട്ട് നേരിട്ട് ഡയറക്റ്റ് കമ്മ്യൂണിക്കേഷനൊന്നും ഇല്ല. അവരിങ്ങനെ അല്ലെങ്കിൽ ഇമ്പ്രൂവ്മെൻറ്റ് ഇങ്ങനെ അറിയിക്കുന്നു. അല്ലെങ്കിൽ ഞാൻ പറയും അവരപ്പം ഇംഗ്ലീഷുകാർക്ക് പോലും എൻ്റെ പാട്ടിട്ട് കൊടുക്കുന്നു, അവരുടെ പാട്ട് എനിക്ക് ഇട്ട് തരുന്നു. അതവിടെ നമ്മളറിയാതെ ജനം നമ്മളെ സേവിക്കും. നമുക്ക് മനുഷ്യൻ്റെ ബഹുമാനമൊന്നും വേണ്ടല്ലോ, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഇപ്പോൾ പറയുന്നത് 2 കൊരിന്ത്യർ 2:4 പറയുന്നത് ക്രിസ്തുയേശുവിൽ നമ്മളെ എപ്പോഴും ജയോത്സവമായി നടത്തുകയും അവൻ്റെ പരിജ്ഞാനത്തിൻ്റെ വാസന നമ്മളിലൂടെ വെളിപ്പെടുത്തുകയും. ഈ ഒരു വചനം ഓർത്തപ്പോഴാണ് എനിക്കിങ്ങനെ ഈ ഒരു കാര്യം യൂട്യൂബിൻ്റെ കാര്യമൊക്കെ ഓർമ്മ വന്നത്. കാരണം ക്രിസ്തുയേശുവിൻ്റെ പരിജ്ഞാനം, കാരണം ഈ സോങ്ങുകളൊക്കെ ഒന്നും എൻ്റെ മിടുക്കോ കഴിവോ അല്ല. എനിക്കൊരു വരി പോലും എഴുതാനുള്ള ഒരു മിടുക്കില്ല. പക്ഷേ ഇത് കർത്താവിൻ്റെ ഉള്ളിലിരിക്കുന്ന ആ പരിജ്ഞാനത്തിൻ്റെ വാസന എന്നിലൂടെ വെളിപ്പെടുത്തുകയാണ്. അതാണ്. അവിടെ ദൂതന്മാർ ഒരുപാടുണ്ട് സ്വർഗത്തിൽ. അവരിങ്ങനെ ദൂതന്മാർ കുറേ പാട്ടെഴുതുന്നവരുണ്ട്, പാട്ട് ട്യൂൺ ചെയ്തിട്ടുണ്ട്, കമ്പോസിങ് അവിടെയൊക്കെ അവിടെ നടന്നുകൊണ്ടിരിക്കുക. കർത്താവിൻ്റെ പരിജ്ഞാനത്തിൻ്റെ വാസന, കർത്താവിൻ്റെ പരിജ്ഞാനത്തിൻ്റെ ആഴം ആർക്ക് ഗ്രഹിക്കുവാൻ കഴിയും? അവൻ്റെ വിജ്ഞാനത്തിൻ്റെ ആ ഉറവിടം ആർക്ക് കണ്ടെത്താൻ കഴിയും? ആർക്കും കണ്ടെത്താൻ കഴിയില്ല. അവൻ്റെ വിജ്ഞാനത്തിൻ്റെ ഈ പാട്ടുകളുടെ അല്ലെങ്കിൽ ഒരു 1% പോലും എനിക്ക് തന്നിട്ടില്ല, എനിക്ക് അറിയത്തില്ല. ഞാൻ പറയുക, അപ്പം നമ്മൾ ക്രിസ്തുവിനെ അറിഞ്ഞു കഴിഞ്ഞാൽ ക്രിസ്തുവിൽ പ്രശസ്തര് ലോകത്തിലെ 1ാമത്തെ ആക്കും. അത് ഒരു വചനം സത്യമാണ്. എനിക്ക് ഈ വചനം എനിക്ക് ഇങ്ങനെ ക്ലിക്കായി കഴിഞ്ഞപ്പോഴാണ് എനിക്ക് കാര്യങ്ങളൊക്കെ ഓർമ്മ വന്നേ. യൂട്യൂബിൽ ഇങ്ങനെ പാട്ട് ഇടുന്നു, അവർ നമ്മളെ ഇമ്പ്രൂവ്മെൻ്റൊക്കെ അറിയിക്കുന്നു, അവർ നമ്മുടെ പാട്ട് ഇംഗ്ലീഷുകാർക്ക് അയച്ചു കൊടുക്കുന്നു, ഇംഗ്ലീഷുകാരുടെ പാട്ട് നമുക്ക് അയച്ചു കൊടുക്കുന്നു. ഇതിനൊക്കെ എന്താ യോഗ്യതയാണ്? കർത്താവിനെ അറിഞ്ഞതുകൊണ്ട് മാത്രം, ഒരു നിരീശ്വരവാദിയായിട്ട് ഞാൻ കർത്താവിനെ അറിഞ്ഞുകൊണ്ട് മാത്രം ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. ഇത്രത്തോളം ജൂൺ മാസം ആകുമ്പോൾ 1 വർഷമാണ് ചാനൽ തുടങ്ങിയിട്ട്. ആരെയും ഒരു ഹെൽപ്പോ ഒരു നല്ല വാക്ക് എനിക്കിതിലും കിട്ടില്ല. എനിക്ക് യാതൊരു വിഷമവുമില്ല. കർത്താവിനെ ഏൽപ്പിച്ച ദൗത്യം ഞാൻ പൂർത്തിയാക്കുന്നു, അത്രയേ ഉള്ളൂ. ക്രിസ്തുയേശുവിൽ എപ്പോഴും നമ്മളെ ജയോത്സവം നടത്തുന്ന ആ കർത്താവിൻ്റെ പരിജ്ഞാനത്തിൻ്റെ വാസന ഇങ്ങനെ എന്നിലൂടെ വെളിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഞാൻ വെറും ഒരു ഉപകരണം മാത്രം, ഇതൊന്നും എൻ്റെ മിടുക്കോ കഴിവല്ല എന്ന് പറഞ്ഞുകൊണ്ട് 2ാമത്തെ സോങ്ങിലേക്ക് കടക്കാം. ഇതും കഴിഞ്ഞ നാളുകളിൽ തന്നതാണ്. പാടാനകത്ത് ലൈനൊക്കെ പാടാൻ വലിയ പ്രയാസമാണ്. എന്നാലും ഞാനിത് മാക്സിമം ട്രൈ ചെയ്യാം. എന്നേശുവേ എന്നാരാധ്യനേ, അങ്ങേ ഞാൻ ആരാധിക്കുന്നു, അങ്ങേ ഞാൻ സേവിക്കുന്നു, അങ്ങേ ഞാൻ സ്നേഹിക്കുന്നു. എന്നാത്മാവും ജീവനും നീയേ,
എന്നേശുവേ എന്നാരാധ്യനേ, അങ്ങേ ഞാൻ ആരാധിക്കുന്നു, അങ്ങേ ഞാൻ സേവിക്കുന്നു, അങ്ങേ ഞാൻ സ്നേഹിക്കുന്നു. എന്നാത്മാവും ജീവനും നീയേ. തുമ്പങ്ങളേറുമെൻ ജീവിതത്തിൽ നിൻ ഇമ്പഗാനങ്ങൾ നീ തന്നുവല്ലോ. തുമ്പങ്ങളേറുമെൻ ജീവിതത്തിൽ നിൻ ഇമ്പഗാനങ്ങൾ നീ തന്നുവല്ലോ. അൻപഴുന്ന പൊൻകരങ്ങളാൽ താങ്ങി നടത്തും അടിയനു നീ മാത്രം ഏകദൈവം. അൻപഴുന്ന പൊൻകരങ്ങളാൽ താങ്ങി നടത്തും അടിയനു നീ മാത്രം ഏകദൈവം. യേശുവേ എന്നാത്മാവേ, യേശുവേ എന്നാത്മാവേ, എന്നാത്മാനാഥാ, അങ്ങേ ഞാൻ ആരാധിക്കുന്നു, അങ്ങേ ഞാൻ സേവിക്കുന്നു, അങ്ങേ ഞാൻ സ്നേഹിക്കുന്നു. എന്നാത്മാവും ജീവനും നീയേ. എന്നേശുവേ എന്നാരാധ്യനേ, അങ്ങേ ഞാൻ ആരാധിക്കുന്നു, അങ്ങേ ഞാൻ സേവിക്കുന്നു, അങ്ങേ ഞാൻ സ്നേഹിക്കുന്നു. എന്നാത്മാവും ജീവനും നീയേ. പ്രതികൂലങ്ങൾ അനവധിയേറി വന്നപ്പോൾ അനുകൂലമായി നീ കൂടെ നിന്നു. പ്രതികൂലങ്ങൾ അനവധിയേറി വന്നപ്പോൾ അനുകൂലമായി നീ കൂടെ നിന്നു. സങ്കടമൊഴുകുമീ ചെങ്കടൽ വഴിയിലും അടിയനു നീ മാത്രം എന്നും തുണ. സങ്കടമൊഴുകുമീ ചെങ്കടൽ വഴിയിലും അടിയനു നീ മാത്രം എന്നും തുണ. യേശുവേ എന്നാരാധ്യനേ, അങ്ങേ ഞാൻ ആരാധിക്കുന്നു, അങ്ങേ ഞാൻ സേവിക്കുന്നു, അങ്ങേ ഞാൻ സ്നേഹിക്കുന്നു. എന്നാത്മാവും ജീവനും നീയേ. യേശുവേ എന്നാരാധ്യനേ, അങ്ങേ ഞാൻ ആരാധിക്കുന്നു, അങ്ങേ ഞാൻ സ്നേഹിക്കുന്നു, അങ്ങേ ഞാൻ സേവിക്കുന്നു. എന്നാത്മാവും